പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 30 ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സർവശക്തനായവനെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ തക്കവണ്ണം നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു തുടങ്ങുകയെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് സ്തോത്രം പറയാം. ഒരുമിച്ച് സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു. അതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് കരങ്ങളെ ഒന്നുകൂടി ഉയർത്തിയിട്ട് സ്തോത്രം പറ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്നത് ഓർത്ത് താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ വർഷക്കാലം മുഴുവൻ ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങ് സർവ്വശക്തന, അങ്ങ് സർവ്വവല്ലഭന, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. 147 സങ്കീർത്തനങ്ങൾ പറയുന്നു, ആമേൻ, യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ കർത്താവിൻ്റെ കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അതിൻ്റെ 3 ഭാഗത്ത് പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 4, അവൻ നക്ഷത്രങ്ങളെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രം. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യണം? കീർത്തനം ചെയ്യുവീൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ സങ്കീർത്തനമാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾ തനിച്ചിരുന്നൊന്ന് ധ്യാനിച്ചാട്ട് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചു പിടിക്കണേ. നമ്മൾ ഈ പ്രഭാതത്തിൽ 30ാമത്തെ ദിവസം, അതായത് 2020 ഡിസംബർ മാസം 30 നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 20ാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പോവുക. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് നന്ദി പറയാൻ പോവുക. കർത്താവ് നടത്തിയതൊന്ന് ഓർക്കാൻ പോവുക. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ കണ്ണുകൾ അടച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഡിസംബർ മാസം 30 പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 20ാമത്തെ ദിവസം ആ പൊന്മുഖത്തേക്ക് നോക്കി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഈ കാത്തുരുപാലിച്ചു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഈ പോയൊരു വർഷക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ കൃപകൾക്ക് വീണ്ടും ഞങ്ങൾ സ്തോത്രം പറയുക, വീണ്ടും ഞങ്ങൾ സ്തോത്രം പറയുക, നന്ദി പറയുക, ആരാധന അർപ്പിക്കുക. അങ്ങേപോലെ മറ്റാരുമില്ലല്ലോ കർത്താവെ. അങ്ങേക്ക് ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട്, അങ്ങേക്ക് ഞങ്ങളോടുള്ള കൃപയ്ക്കായിട്ടൊക്കെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പകൽക്കാലമാക്കി മാറ്റണമേ. സ്വസ്ഥതയുടെ പകൽക്കാലമാക്കി മാറ്റണമേ. അങ്ങനെ തങ്കച്ചെറുകുടിക്കുള്ളിൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങ് കരുതുന്ന വിധങ്ങൾക്കായിട്ട്, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട്, അങ്ങ് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട് പ്രത്യേകം സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് വലിയവനാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കൊറോണ പോസിറ്റീവായി ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർ കർത്താവെ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ വേഗത്തിൽ അവർ പുറത്തു വരുവാൻ കർത്താവ് ഇടവരുത്തണമേ. അതുപോലെ കർത്താവെ, ആമേൻ,
ഹല്ലേലൂയ സ്തോത്രം, മൈഗ്രെയിൻ ഹെഡേക്കിനാൽ ഭാരപ്പെട്ട് ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭിക്കട്ടെ. സയാറ്റിക്കയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ പുറഭാഗത്ത്, നടുവിൻ്റെ താഴെ നിന്ന് കാലിൻ്റെ പുറകിലൂടെ വേദന താഴോട്ട് ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്റേണൽ ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇന്റേണൽ ഓർഗൻസും പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുത മന്ത്രിയാകിയാൽ സ്തോത്രം, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. കർത്താവെ, അതുപോലെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം തൻ്റെ കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റിക്കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നിൻ്റെ കരങ്ങളിൽ തരുന്നു. അവരുടെ ഭാവിയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ടും സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിറയ്ക്കണം. ഇന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 30-ാം ദിവസത്തെ സൂം മീറ്റിംഗും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുക. ഇന്ന് വായിക്കേണ്ട വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 16 വരെയും അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായവും 1 പത്രോസ് 1 മുതൽ 5 വരെ, 2 പത്രോസ് 1 മുതൽ 3 വരെ, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായവുമാണ്. നിശ്ചയമായിട്ടും വായിക്കാൻ മറക്കരുത്. ഇന്നലത്തെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതുകൂടെ വായിച്ചു തീർക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങാൻ. അതുപോലെ ഇന്നലത്തെ സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30-ക്കാണ് മീറ്റിംഗ് നടക്കുന്നത്. ഈ പകൽക്കാലം ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരുമിച്ച് നമുക്ക് പങ്കെടുക്കാം. ആമേൻ. പുതുവർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പുതുശക്തിയെ ധരിച്ചുകൊണ്ട്, പുതുബലത്തെ പ്രാപിച്ചുകൊണ്ട്, ആമേൻ, കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കയറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കയറാം. ഇന്ന് മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞു കർത്താവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ത്രൂ ഔട്ട് ഇയർ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. ഇന്നലെ നമ്മൾ വീണ്ടും ചിന്തിച്ചു കർത്താവിനോട് നന്ദിയുള്ളതുപോലെ തന്നെ കർത്താവ് നമ്മളെ സഹായിക്കാൻ ഉപയോഗിച്ച പ്രിയപ്പെട്ടവരോട് നമ്മളൊരു താങ്ക് യു പറയണം എന്ന് പറഞ്ഞു. അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറഞ്ഞു എന്നെനിക്കറിയാം. അതിന് കർത്താവ് വഴിയൊരുക്കല്ലോ, സ്തോത്രം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സോറി പറയണം. ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചു എന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇടപെടലുകളിലോ എവിടെയെങ്കിലും വേദന നേരിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയണമെന്ന് പറഞ്ഞിരുന്നു. അതും പറഞ്ഞവർക്കായിട്ട് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും ഒരു കടമ നിർവഹിക്കുവാൻ വേണ്ടിയല്ല, ഹൃദയപൂർവ്വം ചെയ്തെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുകയുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അത് ചെയ്തതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളോട് ഓർപ്പിക്കുന്നത് 146-ാം സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 3ഉം 4ഉം ഭാഗങ്ങളാണ്. 146-ാം സങ്കീർത്തനം 3ഉം 4ഉം കേട്ടാട്ടെ. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. കണ്ടോ, കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് ഓർപ്പിക്കുക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ദൈവമക്കളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ്റെ സഹായം തേടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനും നമ്മൾ കർത്താവിനോട് ക്ഷമ പറയണം. കാരണം നമ്മുടെ കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കുന്നത്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ചാൽ
അത് കർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യം. പലരും തങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള പോക്കിന് ദൈവത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി മനുഷ്യരിൽ ആശ്രയിക്കും. പല ദൈവമക്കളുടെയും ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും അതുപോലെ കയ്യിലിരിക്കുന്ന പണത്തിലും അതുപോലെ ചുറ്റുപാടുള്ള ജനത്തിലും ആശ്രയിച്ച് മുന്നേറുന്ന ഒത്തിരി പേരുണ്ട്. ഒരു പരിധി വരെ അവർക്കൊക്കെ ജയിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ പരിധിക്കപ്പുറത്തോട്ടൊരു ജയം വേണമെങ്കിൽ, ഒരു പരിധിക്കപ്പുറത്തോട്ട് മുന്നേറണമെങ്കിൽ, ഒരു പരിധിക്കപ്പുറത്ത് അവൻ നന്മ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവരായിരിക്കണം. ഒരു കാരണവശാലും മനുഷ്യനിൽ ആശ്രയിക്കുവാൻ പാടില്ല. മനുഷ്യനിൽ ആശ്രയിച്ചാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചാൽ ഒന്നിനും ഒരു പരിധിയില്ല. അതുകൊണ്ട് 2020 നമ്മൾ മനുഷ്യനിൽ എവിടെയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരാജയം നേരിടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിജയത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് 2020 ടാറ്റ പറയുമ്പോൾ ഒരു തീരുമാനത്തോടു കൂടി വേണം. കാരണം ഞാൻ ഒരു കാരണവശാലും മനുഷ്യനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകത്തില്ല. അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ. അത് സഭയുടെ വളർച്ചയായിക്കോട്ടെ, ശുശ്രൂഷയായിക്കോട്ടെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുന്നതായിക്കോട്ടെ, സ്തോത്രം, മറ്റ് നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഏത് ആവശ്യവുമായിക്കോട്ടെ, ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല. പിന്നെയോ ഞാൻ എൻ്റെ കർത്താവിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വേറെ ഒരു അനുഭവത്തിലേക്ക് കയറും. സ്വയമേ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച കാലങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒരു പരിധിക്കപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുവാൻ തുടങ്ങിയപ്പോൾ, കർത്താവ് ആണ് എൻ്റെ സഹായമെന്ന് പ്രഖ്യാപിക്കുകയും ആ കർത്താവിലുള്ള സഹായത്തിനു വേണ്ടി ആ മുഖത്തേക്ക് നോക്കിയിരിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അത് ഏത് സഹായവുമായിക്കോട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിലെ ആവശ്യമായിക്കോട്ടെ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലുള്ള ആവശ്യമായിക്കോട്ടെ, ഇവിടെയുള്ള ആവശ്യമായിക്കോട്ടെ, അവിടെയുള്ള ആവശ്യം, ഏത് ആവശ്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അവൻ കർത്താവിൻ്റെ സ്ത്രീഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ ചിന്തകളല്ല കർത്താവിൻ്റെ ചിന്തകൾ. നമ്മുടെ പ്ലാൻസിന് മാനുഷിക പ്ലാനുകളാണ്. അത് നിന്നു പോകാവുന്ന പ്ലാനുകളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 146 പറഞ്ഞത്, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. നമ്മളിപ്പോൾ ഒരു മനുഷ്യനിൽ ആശ്രയിച്ചു, ഈ പുള്ളി നമുക്ക് സഹായം ചെയ്യാമെന്നോ അല്ലെങ്കിൽ സഹായം ആരംഭിച്ചു. എന്നാൽ ഈ മനുഷ്യൻ മണ്ണിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കാനില്ല. എന്നാൽ നിത്യനായ നമ്മുടെ ദൈവം ഇന്ന് നമ്മളൊരു ആവശ്യം ചോദിച്ചാൽ അത് പൂർത്തീകരിച്ചു തരുവാൻ കഴിയുന്നവൻ, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയവൻ, നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി വയ്ക്കുകയും അവയ്ക്ക് പേർ വിളിക്കുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് 2020 മനുഷ്യനിൽ ആശ്രയിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മനുഷ്യനിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ സോറി കർത്താവിനോട് പറഞ്ഞു. കർത്താവിന് ഇഷ്ടമല്ല. കാരണം അതുകൊണ്ട് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. 2020 കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ ഇനി മനുഷ്യനിൽ ആശ്രയിക്കുന്ന പരിപാടിയില്ല, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിൽ മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ 46 പറഞ്ഞു, ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. അപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ ബലമായിരിക്കുമ്പോൾ, നമ്മുടെ സങ്കേതമായിരിക്കുമ്പോൾ, നമ്മുടെ മറവിടമായിരിക്കുമ്പോൾ, നമുക്ക് ആശ്വാസമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരു തീരുമാനം എടുത്തുകൊണ്ട് കയറിക്കേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ സഹായം വാട്ട് എവർ ഇറ്റ് മേ ബി, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും, എന്തൊക്കെ എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ ആ മുഖത്തേക്കല്ലാതെ, എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്കല്ലാതെ ഞാൻ നോക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ആ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല, ആ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല. നോക്കിക്കേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചപ്പോൾ തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ ആരും ചെയ്യാത്തത്, ആരും കാണാത്തത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഒരു മനുഷ്യൻ്റെ സഹായം ചോദിക്കാതെ, ഒരു മനുഷ്യനിലും ആശ്രയിക്കാതെ, അവൻ തന്നെ അയച്ച പിതാവിൽ ആശ്രയിച്ച്
തൻ്റെ വേല തികച്ചെങ്കിൽ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷകളിലായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, മനുഷ്യനിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ചാൽ എന്നും ജയകരമായി മുന്നേറുവാൻ കഴിയും. ആൻഡ് സൂപ്പർ നാച്ചുറൽ വിക്ടറിയാണ്. സാധാരണ ജയമല്ല. ആമേൻ. സൂപ്പർ നാച്ചുറൽ വിക്ടറിയാണ് കർത്താവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ കർത്താവിനോട് ക്ഷമ പറയണം. കർത്താവെ, ഞാൻ സ്വയമേ ട്രൈ ചെയ്തത്, മറ്റുള്ളവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചത് എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. 2021 അങ്ങ് എനിക്ക് ദാനം തരുന്നുവെങ്കിൽ ഇത് അങ്ങയുടെ വർഷമായി മാറും. അങ്ങൻ്റെ സഹായമായി, അങ്ങൻ്റെ പരിചയമായി, അങ്ങൻ്റെ മറുപടമായി, അങ്ങൻ്റെ സങ്കേതമായി മാറണം. ഒരിക്കലും മനുഷ്യനിലോ എൻ്റെ സ്വയത്തിലോ ആശ്രയിക്കുവാൻ എന്നെ അനുവദിക്കരുത്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are shining by the power of Holy Spirit. God bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കും, എങ്ങനെ കർത്താവിൽ ആശ്രയിക്കും? നമുക്കൊരു വിഷയം വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കണം, എന്നിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, വെയിറ്റ് ചെയ്യണം. കർത്താവ് വാതിലുകളെ തുറന്നു തരും. God bless you.